ചരിത്രമുറങ്ങുന്ന പുരളിമലയുടെ താഴ്വാരത്തിൽ മനോഹരമായ ഒരു നാടുണ്ട്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ കൂടിച്ചേർന്ന ഒരു നാട്. അതാണ് ശിവപുരം. ആ ശിവപുരത്തെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിന്റെ പേരാണ് വെള്ളിരോഡ്. വെള്ളിരോഡിൽ പതിറ്റാണ്ടുകളുടെ ചരിത്രം വിളിച്ചോതുന്ന ഒരു തറവാട് വീടുണ്ട്. ചെരിഞ്ഞുകിടക്കുന്ന വലിയ ഭൂപ്രദേശത്തിന്റെ നടുവിലായി ഒരു പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകൾക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ചരിത്ര കഥ പറയുന്ന ഒരു വീട്. അതാണ് ഒമ്പാൻ തറവാട്. ഒമ്പാൻ കുഞ്ഞാമിന ആബു ദമ്പതിമാർക്ക് അഹമ്മദ് കുട്ടി, മുഹമ്മദ്, ഖാദർ, മജീദ്, ബഷീർ, സലാം എന്നിങ്ങനെ 6 ആൺമക്കളും കുഞ്ഞാത്തു, ഉമ്മല്ലു, മറിയൂട്ടി എന്നിങ്ങനെ 3 പെൺമക്കളും ചേർന്ന് 9 മക്കൾ പിറന്നതോടുകൂടിയാണ് ഒമ്പാൻ തറവാടിന്റെ ഇന്നത്തെ കഥ ആരംഭിക്കുന്നത്. ഈ 9 മക്കളിൽ 8 മക്കളും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. എങ്കിലും അകാലത്തിൽ നമ്മളോട് വിട പറഞ്ഞ സ്നേഹസമ്പന്നനായ മുഹമ്മദ് എന്ന മഹമ്മദ് കാക്കയെ ഈ കുടുംബത്തിലെ ഒരു അംഗത്തിനും ഇന്നും മറക്കുവാൻ കഴിയില്ല. ഇവരെല്ലാം കളിച്ചതും വളർന്നതും ഈ തറവാടിന്റെ മുറ്റത്ത് നിന്നായിരുന്നു. ഈ 9 മക്കൾക്കും അവരുടെ മക്കൾക്കും പേരമക്കൾക്കും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു തറവാടിന്റെ മുറ്റത്ത് കൂടിയാണ് ഞാനിന്ന് നടക്കുന്നത്. വെള്ളിരോഡ് പ്രദേശത്തെ കിണറിനെ ആശ്രയിക്കാത്ത ഒരു വീട്. പക്ഷേ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വീട്ടിലേക്ക് മലമുകളിൽ നിന്നും അവസാനം വരെയും സദാ വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു. 2009 മാർച്ച് മാസത്തിലാണ് ഞാൻ ഈ വീട്ടിലെ ഒരംഗമായി മാറുന്നത്. അപ്പോഴേക്കും ഭാര്യമാതാവായ കുഞ്ഞാത്തവും കുടുംബവും ഒഴികെ വിവിധ ദേശങ്ങളിലായി വീട് വെച്ച് മാറിക്കഴിഞ്ഞിരുന്നു. അരബിത്തിയിലേക്ക് കാലും നീട്ടി ചാരുകസേരയിലിരുന്ന് 100-ാം വയസ്സിലും കണ്ണടയില്ലാതെ ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന വല്യുപ്പയെ ഇന്നും എനിക്കിവിടെ കാണാം. വല്യുപ്പാന്റെ മരണശേഷം കുറച്ചു വർഷങ്ങൾ കൂടി ഞാനിവിടെ ജീവിച്ചു. പിന്നീട് ഞാനടക്കം എൻ്റെ ഭാര്യ കുടുംബവും പല വീടുകളിലേക്കായി ചേക്കേറിയതോടുകൂടി ഒരുപാട് തമാശകൾക്കും പൊട്ടിച്ചിരികൾക്കും സങ്കടങ്ങൾക്കും മുഖസാക്ഷിയായ ഈ തറവാട് വീട് ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കുവാൻ കഴിയാത്തൊരു ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ സമ്മാനിച്ച ഈ തറവാട് വീട് പിന്നീട് ബുൾഡോസർ എന്ന ഭീമാകാരൻ്റെ കരുത്തുറ്റ ഇരുമ്പുകരങ്ങൾക്ക് മുന്നിൽ ഞെരിഞ്ഞമരുകയായിരുന്നു. ചാപ്റ്റർ 2. ഇന്ന് 2026 ജനുവരി 2 വെള്ളിയാഴ്ച. കുഞ്ഞാമിന ആബു ദമ്പതിമാരുടെ 9 മക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 8 മക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളുമെല്ലാം ചേർന്ന് കുഞ്ഞാമിന എന്ന വല്യമ്മയ്ക്ക് മുന്നിൽ കൂടിച്ചേരേണ്ട ദിവസം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. ഇവിടെ അങ്ങനെ ഒരു കൂടിച്ചേരലിന് കളമൊരുങ്ങുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയ മനോഹരമായ ഒരു നിമിഷം. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഒത്തുകൂടിയ എല്ലാവരെയും ഒരു ഫ്രെയിമിൽ എത്തിക്കുവാൻ കഷ്ടപ്പെടുകയാണ് പുതുതലമുറയിലെ ക്യാമറാമാൻ. വല്യമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് വല്യമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനൊരിക്കലും അതിന് കുറവ് വരുത്താറുമില്ല. ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണിയും അടക്കം വിഭവസമൃദ്ധമായ ഭക്ഷണ വിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാനടക്കമുള്ള പുരുഷന്മാരടങ്ങുന്ന ഒരു ടീം നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇതൊക്കെ സ്ത്രീകളാണ്. ഇവർക്കിടയിലെ താടി വെച്ച കറുത്ത ടീഷർട്ടുകാരനെ മാറ്റി നിർത്തിയാൽ മാത്രം. മുജീബ് എന്നാണ് പേര്. നേരത്തെ ഞങ്ങൾ പുരുഷന്മാരുടെ കൂടെയും കഴിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ക്യാമറയിൽ പകർത്താൻ സാധിച്ചില്ല. എല്ലാവരും നന്നായി ഭക്ഷണം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകളിലുമുണ്ട് ധീര ശൂരപരാക്രമികളായ ഭക്ഷണപ്രിയർ. ആർക്കും ഇതൊന്നും കണ്ടാൽ മനസ്സിലാകില്ല എന്ന മട്ടിലാണ് ചിലരുടെ തട്ട്. എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിലുള്ള സന്തോഷത്തിലാണ് വല്യമ്മ. ഒരു വീഡിയോ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല ഞാനിവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത ഈ കുടുംബത്തിന്റെ നെടുന്തൂടുകളിൽ ഒരാളായ സലാം കെയെ പോലുള്ള പാവം മനുഷ്യരെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരുവാൻ സാധിക്കുന്നില്ല. ഇനി ഈ കുടുംബത്തിലെ ഇളമുറക്കാരനിൽ ഒരാളായ അജ്ലുവിന്റെ നേതൃത്വത്തിൽ ചില മത്സര പരിപാടികൾ ആരംഭിക്കുകയാണ്. രസകരമായ ചില പരിപാടികൾ. മിഠായി ബർക്കൽ പരിപാടി ഒരു കൂട്ടത്തല്ലിൽ കലാശിക്കുമെന്ന ഘട്ടമായി സലാം കെ അടക്കം ഒരു കൊച്ചു കുട്ടിയായ നിമിഷം. ഒമ്പാൻ തറവാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ ആയിഷയും റൂഹിയുമാണ് ഈ മത്സരത്തിൽ വിജയികൾ. ഇനി വ്യത്യസ്തവും രസകരവുമായ മറ്റു പല മത്സരങ്ങൾ കൂടി കാണാൻ. ഇത് നമ്മൾ മ്യൂസിക് വെക്കും. അപ്പൊ മ്യൂസിക്കൽ ചെയർ പോലെ തന്നെ നിങ്ങൾ ഈ ബോട്ടിൽ അടുത്ത ആൾക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക. മ്യൂസിക് നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണോ ബോട്ടിലുള്ളത് അയാളാവും.
ശരി. വടകര ടീം ഔട്ട്. വടകര ടീമിന്റെ ക്യാപ്റ്റൻ ഔട്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അത്രയും മനോഹരമായ ഒരു ദിവസമായി 2026 ജനുവരി 2 മാറിക്കഴിഞ്ഞു. അവസാനം പലരും വല്യമ്മക്കായി കരുതി വെച്ചിരുന്ന സമ്മാനങ്ങൾ നൽകുകയായി. ഇതൊരിക്കലും പൂർണ്ണമായ ഒരു കൂടിച്ചേരലല്ല. കാരണം ജീവിച്ചിരിക്കുന്ന 8 മക്കളിൽ 2 പേരായ ബഷീർക്കയും മജീർക്കയും ഇന്നും പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മരുമക്കളായ മുനീറിനും നൌഷാദിനും റംഷാദിനുമടക്കം കുറച്ചുപേർക്ക് ഈ സംഗമത്തിൽ പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും അത്തറിന്റെ മണമുള്ള മുഹബത്തിന്റെ കിസ്സ പറഞ്ഞ ഈ മനോഹര ദിവസം പോലെ മറ്റൊരു ദിവസം വീണ്ടും ഞങ്ങൾ കൂടിച്ചേരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ തൽക്കാലം പിരിയുകയാണ്. നമ്മൾ ഒന്നാകുമ്പോഴാണ് കുടുംബത്തിന്റെ മധുരം പൂർണ്ണമാകുന്നത്. ഒമ്പാൻ കുടുംബം ഇനിയും ഏറെ മധുരമുള്ളതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പുഴക്കര. വീണ്ടും കാണാം.